ഡിയേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിലെ പ്രഗ്നൻസി ഹോർമോൺ 50-നടുത്തൊക്കെ വാല്യൂവിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രഗ്നൻസി ലക്ഷണത്തിനെ പറ്റിയിട്ടാണ് കേട്ടോ. ഏകദേശം ഒരു 2 വർഷം മുമ്പ് ഇതേ പ്രഗ്നൻസി സിംറ്റമിനെ പറ്റിയിട്ടൊരു വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ ഒരു വീഡിയോയുടെ താഴെ തന്നെ ഒരുപാട് പേര് ചേച്ചി ഞങ്ങൾക്ക് ഈ ഒരു ലക്ഷണം ഉണ്ടായിരുന്നു, ഇത് പ്രഗ്നൻസിയുടെ ആണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, പക്ഷേ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പോസിറ്റീവ് ആയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഏർലി പ്രഗ്നൻസി സിംറ്റംസ് ആണ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഏറ്റവും ആദ്യം വ്യത്യാസമുണ്ടാകുന്ന ശരീരഭാഗം നമ്മുടെ മൂക്കാണ്. പ്രഗ്നന്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീയുടെ ഓരോ ശരീരഭാഗത്തും വ്യത്യാസങ്ങൾ കണ്ടുവരും. അവരുടെ തല മുതൽ പാദം വരെയുള്ള ഓരോ ഭാഗത്തും പ്രഗ്നന്റ് ആകുന്ന സമയത്ത് വ്യത്യാസം വരുമെന്നാണ് ഡോക്ടേഴ്സും അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പഠനങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നത്. ഇങ്ങനെയുള്ള വ്യത്യാസം വരാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മളൊരു അമ്മയാകുന്ന സമയത്ത്, ഒരു അമ്മയാകാനായിട്ട് നമ്മൾ തയ്യാറെടുക്കുന്ന സമയത്ത് നമ്മുടെ ഓരോ ശരീരഭാഗവും ആ ഒരു പ്രഗ്നൻസിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കും. ബാക്കിയുള്ള പ്രവർത്തനങ്ങളെല്ലാം ഒന്ന് മന്ദഗതിയിൽ പോയി കഴിഞ്ഞാലും നമ്മുടെ ശരീരത്തിന്, നമ്മുടെ കുഞ്ഞിനെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളും ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു പരിശ്രമത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ ശരീരഭാഗത്തിൽ ഓരോ ശരീരഭാഗത്തിലും ഇത്തരത്തിൽ വ്യത്യാസം കണ്ടുവരുന്നു. നമ്മൾ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് ഞാൻ വീഡിയോസിൽ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, പ്രഗ്നൻസി നമുക്ക് തുടങ്ങുന്ന സമയത്ത് നമ്മുടെ നോർമലായിട്ട് ശരീരത്തിൽ എത്രത്തോളം ബ്ലഡ് സർക്കുലേഷൻ ആണ് ഉണ്ടായത് അതിനേക്കാളും ഇരട്ടിയായിരിക്കും ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവുന്നത്. നമ്മുടെ ശരീരം ഏറ്റവും കൂടുതൽ എനർജറ്റിക് ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും. എനർജറ്റിക് എന്ന് പറയുന്നത് നമ്മൾ ഹോർമോൺസിന്റെ കാര്യം മൂലം നമ്മളൊന്ന് ഡൗൺ ആവാനായിട്ട് സാധ്യതയുണ്ട്. പക്ഷെ നമ്മുടെ ശരീരം വളരെ ക്രിയാത്മകമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സമയമാണ് പ്രഗ്നൻസി ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഈ ഒരു പ്രഗ്നൻസി സമയത്ത് നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ നോർമലി ഉണ്ടായതിനേക്കാളും ഇൻക്രീസ് ആകുന്നതിന്റെ ഭാഗമായിട്ട് നമ്മളുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ആകുന്നത് മൂലം ഓരോ ശരീരഭാഗത്തും അതിനനുസരിച്ച് വ്യത്യാസം വരുന്നു. ഇംപ്ലാന്റേഷൻ കഴിഞ്ഞതിന് ശേഷം തന്നെ നമുക്കവിടെ പ്രഗ്നൻസി സക്സസ്ഫുൾ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബൂക്കിന്റെ സൈസ് ജസ്റ്റ് ഒന്ന് ഇൻക്രീസ് ആകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുക മാത്രമല്ല ആ ഒരു മാറ്റം പല സ്ത്രീകളിലും ഉണ്ടാവുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ മൂക്ക് ഒന്ന് വിടർന്നു നിൽക്കുന്നതായിട്ടും നമുക്ക് അനുഭവപ്പെടുന്നു. ചില സ്ത്രീകളിൽ ഫസ്റ്റ് ട്രൈമസ്റ്ററിന്റെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് നമുക്ക് മൂക്കിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്ന ഒരു സ്റ്റേജ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ജലദോഷം കൂടുതലായിട്ട് ഉണ്ടാകുന്ന ഒരു സ്റ്റേജും കൂടിയാണ്. ആ ഒരു സെൻസേഷൻ ആയിരിക്കും നമുക്ക് എപ്പോഴും ഉണ്ടാവുന്നത്. നമുക്ക് മൂക്കൊന്ന് ഉയർന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടാം, മൂക്കിന്റെ സൈസിലൊന്ന് വ്യത്യാസം വരുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടാം, മൂക്കൊന്ന് വിടർന്നിരിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടാം. അപ്പോൾ ഈ 2 മാറ്റങ്ങളാണ് നമുക്ക് മൂക്കിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന പ്രഗ്നൻസി ലക്ഷണം എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ടൊരു മാറ്റം ഉണ്ടാകുന്നത് നമ്മുടെ വജൈനൽ ഭാഗത്താണ്. സംസാരിക്കാനായിട്ട് പോകുന്നത് വജൈനൽ പ്രഷറിനെ പറ്റിയിട്ടാണ്. പ്രഗ്നൻസിയുടെ ഒരു 2nd ട്രൈമസ്റ്റർ മുതൽ പല സ്ത്രീകൾക്കും വജൈനൽ പ്രഷർ അനുഭവപ്പെടാം. ഈ ഒരു പ്രഷർ നമുക്ക് ഉണ്ടാകുന്നത് നമ്മുടെ ബെല്ലി ഗ്രോ ആകുന്നതിനനുസരിച്ച്, നമ്മുടെ കുഞ്ഞു വളരുന്നതിനനുസരിച്ചിട്ടൊക്കെ ആയിരിക്കും ഈ ഒരു വജൈനൽ പ്രഷർ നമുക്ക് ഉണ്ടാകാറുള്ളത്. എന്നാൽ നേരെ മറിച്ച് പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ പല സ്ത്രീകളിലും ഇത്തരത്തിലുള്ള വജൈനൽ പ്രഷർ ഉണ്ടാകാറുണ്ട്. ഇങ്ങനെ പ്രഷർ ഉണ്ടാകാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ആകുന്ന റിലാക്സൻ എന്ന് പറയുന്ന ഹോർമോണാണ്. ഓൾറെഡി ഈസ്ട്രജൻ ഹോർമോണും പ്രൊജസ്ട്രോൺ ഹോർമോണും നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത് പോലെ തന്നെ നമ്മളുടെ ശരീരത്തിൽ റിലാക്സിൻ ഹോർമോണും ഉണ്ടാകും. പക്ഷേ ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരു ബ്ലഡ് ടെസ്റ്റിൽ ഡിറ്റക്റ്റബിൾ ആയിട്ടുള്ള ഒരു റേഞ്ചിലുള്ളതായിരിക്കില്ല, വളരെ കുറച്ചായിരിക്കും ഇതിന്റെ വാല്യൂ ഉണ്ടാകുന്നത്. എന്നാൽ നമ്മൾ പ്രഗ്നന്റ് ആയി കഴിയുമ്പോഴേക്കും നമ്മളുടെ ശരീരത്തിൽ റിലാക്സിൻ ഹോർമോണിന്റെ അളവ് കൂടുന്നു. ഇങ്ങനെ റിലാക്സിൻ ഹോർമോണിന്റെ അളവ് നമ്മളുടെ ശരീരത്തിൽ കൂടുന്നത് മൂലമാണ് നമ്മുടെ ആ ഒരു യൂട്രസ് ഒക്കെ ഒന്ന് സ്ട്രെച്ച് ആവുന്നതിനും അവിടെയുള്ള മസിൽസ് ഒക്കെ ഒന്ന് സ്ട്രെച്ച് ആവുന്നതിനും ആ ബേബിയെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നമുക്ക് അവിടെ ഉണ്ടാക്കിയെടുക്കുന്നതിനും സഹായിക്കുന്നത് ഈ ഒരു റിലാക്സിൻ ഹോർമോണാണ്. ഇത്തരത്തിൽ റിലാക്സിൻ ഹോർമോൺ നമ്മളുടെ ശരീരത്തിൽ കൂടുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് പലതരത്തിലുള്ള സൈഡ് എഫക്ട്സ് ഉണ്ടാകും. ജോയിന്റ് പെയിൻ, കാല് വേദന, ആംഗിളിലെ വേദന, അതുപോലെ നമുക്ക് പെൽവിക്കിന്റെ ഭാഗത്ത് വേദന, വജൈനൽ പെയിൻ, ഇങ്ങനെ വജൈനൽ പ്രഷർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അനുഭവപ്പെടാം. ഇവിടെ നമ്മുടെ ടോപ്പിക് ആയിട്ടുള്ള വജൈനൽ പ്രഷർ നമുക്ക് ഉണ്ടാകാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് റിലാക്സിൻ ഹോർമോൺ പ്രൊഡ്യൂസ് ആകുമ്പോഴേക്കും ഈ റിലാക്സിൻ ഹോർമോൺ യൂട്രസിന് അവിടെയുള്ള മസിൽസിനെയൊക്കെ ഒന്ന് സ്ട്രെച്ച് ആകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. നിങ്ങൾ എല്ലാവരും യൂട്രസിന്റെ ഇമേജ് കണ്ടിട്ടുള്ളവരായിരിക്കും അല്ലെ. നമ്മൾ ഇമേജ് കണ്ടതിനേക്കാളും കൂടുതൽ ഓരോ ഡോക്ടേഴ്സിന്റെ ഒക്കെ ഒരു സർജറി വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും വളരെ ചെറുതാണ് ഈ യൂട്രസ് എന്ന് പറയുന്നത്. ഈ യൂട്രസ് ഒന്ന് സ്ട്രെച്ച് ആകാൻ വേണ്ടിയിട്ട്, യൂട്രസിന് അടുത്തുള്ള മസിൽസ് ഒക്കെ ഒന്ന് സ്ട്രെച്ച് ആകാൻ വേണ്ടിയിട്ട് റിലാക്സിൻ ഹോർമോൺ അവിടെ പ്രൊഡ്യൂസ് ആകുമ്പോഴേക്കും
ഈ ഒരു റിലാക്സിൻ ഹോർമോൺ നമ്മുടെ പെൽവിക്കിലോട്ടും ഒരു പ്രഷർ കൊടുക്കുന്നു. പെൽവിക് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ലോവർ അബ്ഡമന്റെ ഭാഗത്തായിട്ട് നമ്മുടെ ആ ഒരു ഇടുപ്പിന്റെ ഭാഗത്തേക്കൊക്കെ ഒരു പ്രഷർ കൊടുക്കുന്നു. കാരണം പെൽവിക്കിന്റെ മസിൽസും ഇതിനനുസരിച്ച് തന്നെ സ്ട്രെച്ച് ആവണം. നമ്മുടെ യൂട്രസിന്റെ മസിൽസും അതുപോലെ തന്നെ നമ്മുടെ പെൽവിക്കിന്റെ മസിൽസും ഇതിനനുസരിച്ച് തന്നെ സ്ട്രെച്ച് ആയാൽ മാത്രമേ കുഞ്ഞിനെ അവിടെ സ്ഥിതി ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ പെൽവിക്കിന്റെ മസിലും ഒന്ന് അങ്ങോട്ട് സ്ട്രെച്ച് ആകുമ്പോഴേക്കും അതിന്റെ ഭാഗമായിട്ട് പല സ്ത്രീകളിലും വജൈനൽ പ്രഷർ ഏർലി സ്റ്റേജിൽ തന്നെ അനുഭവപ്പെടുന്നു. ഇനി ഈ വജൈനൽ പ്രഷർ എങ്ങനെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാഭിയുടെ അവിടെയായിട്ട് നമ്മൾ പയ്യെ ഒന്ന് നമ്മുടെ 4 ഫിംഗർ ഉപയോഗിച്ചിട്ട് ഒന്ന് പ്രഷർ കൊടുക്കുക. പയ്യെ ഒരു ചെറിയൊരു പ്രഷർ കൊടുക്കുക. ആ പ്രഷർ കൊടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് വിടുമ്പോഴേക്കും നമുക്ക് ചെറിയൊരു സെൻസേഷൻ അവിടെ ഉണ്ടാകും. അതായത് ഒരു എന്താ പറയുക, ഒരു പ്രഷർ നമുക്ക് അവിടെ കിട്ടി, ഒരു പുള്ളിങ് നമുക്ക് അവിടെ കിട്ടി എന്ന് നമുക്ക് മനസ്സിലാകും. അങ്ങനെയുള്ളൊരു വേദന നമുക്ക് അവിടെ ഫീൽ ചെയ്യാനായിട്ടും തുടങ്ങും. ഇത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് പല സ്റ്റേജിലും ആ ഒരു പ്രഗ്നൻസിയുടെ തുടക്കത്തിൽ തന്നെ ഫീൽ ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു പ്രഷർ നമ്മൾ ഈ 4 വിരൽ വെച്ചിട്ടൊന്ന് അമർത്തി കഴിഞ്ഞ് നമ്മളൊന്ന് വിടുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന അത്തരത്തിലുള്ള ഒരു വേദനയായിരിക്കും. ഇതൊരിക്കലും ഹെവി ആയിട്ടുള്ള ഒരു വേദനയായിരിക്കില്ല. നമ്മുടെ സെക്കൻഡ് ട്രൈമസ്റ്ററും തേർഡ് ട്രൈമസ്റ്ററും വെച്ചിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ ഇതൊരിക്കലും ഹെവി ആയിട്ടുള്ള ഒരു വേദനയായിരിക്കില്ല. ലൈറ്റ് ആയിട്ടുള്ള ഒരു വേദനയായിരിക്കും നമുക്ക് അനുഭവപ്പെടുന്നത്. നമ്മുടെ ആ നാഭിയുടെ ഭാഗത്തൊക്കെ ആയിട്ടായിരിക്കും നമുക്ക് ഈ ഒരു വേദന അനുഭവപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഒരു വജൈനയുടെ ഓപ്പണിങ്ങിന്റെ ഭാഗമായിട്ട് നമുക്ക് ആ ഒരു പ്രഷർ അനുഭവപ്പെടും. നമ്മുടെ ലാബിയുടെ ആ ഭാഗമായിട്ട് നമുക്ക് ആ ഒരു പ്രഷർ ഫീൽ ചെയ്യാം കേട്ടോ. ഏകദേശം നമുക്ക് ഈ ഒരു പ്രഷർ അനുഭവപ്പെട്ട് തുടങ്ങുന്നത് നമ്മുടെ ഓവുലേഷൻ കഴിഞ്ഞിട്ട് ആ ഇംപ്ലാന്റേഷൻ ഒക്കെ നടന്ന് അവിടെ ഇംപ്ലാന്റ് ആയി, യൂട്രസിൽ ഇംപ്ലാന്റ് ആയതിനു ശേഷം ആ ഒരു ഗ്രോയിങ് സ്റ്റേജ് ഉണ്ടാവുമല്ലോ, ആ ഒരു സ്റ്റേജിലായിരിക്കും ഈ റിലാക്സിൻ ഹോർമോണിന്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കൂടുകയും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങളും വേദനകളും ഒക്കെ നമുക്ക് അനുഭവപ്പെട്ട് തുടങ്ങുന്നത്. ചിലപ്പോൾ എളുപ്പത്തിൽ നമ്മൾ ആ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ഇത് റെക്കഗ്നൈസ് ചെയ്യുക കൂടിയില്ല കേട്ടോ. കാരണം നമ്മൾ എന്തെങ്കിലും കുമ്പിട്ട് നിവർന്നൊക്കെ കൂടുതൽ ജോലികൾ ചെയ്യുന്നവരാണെങ്കിൽ ചിലപ്പോൾ അടിവേറ് വേദനയുടെ ഭാഗമായിട്ടായിരിക്കും നമുക്ക് ആ ഒരു നാഭിവേദന വരുന്നതെന്നായിരിക്കും നമ്മൾ വിചാരിക്കുന്നത് കേട്ടോ. കൂടുതലായിട്ട് നമുക്ക് ഈ ഒരു വേദന കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഇപ്പൊ ഞാൻ തുടക്കത്തിൽ ഞാനിപ്പോ പറഞ്ഞതുപോലെ നമുക്ക് അടിവയർ വേദന വരില്ലേ, നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടിവയർ നീര് വീഴുമ്പോഴേക്കും ആ അടിവയർ നീര് വീണ പോലെയുള്ള ഒരു വേദനയുടെ എഫക്ട് നമ്മുടെ ആ ഒരു നാഭിയുടെ ഭാഗത്ത് നമുക്ക് നല്ലതുപോലെ ഫീൽ ചെയ്യും. ഈ ഒരു ഫീലിങ്സ് തന്നെയായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു സമയത്തും അനുഭവപ്പെടുന്നത്. കാരണം ആ ഒരു കണക്ഷൻ തന്നെയാണ് ആ പെൽവിക്കും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു വജൈനൽ ഏരിയയുടെ ആ ഒരു ഭാഗത്തും തമ്മിലുള്ള ഒരു വജൈനൽ പ്രഷറും തമ്മിലൊരു കണക്ഷൻ ഉള്ളത് കൊണ്ടാണ്, മേളിലും താഴെയായിട്ട് സ്ഥിതി ചെയ്യുമ്പോൾ ആ ഒരു കണക്ഷൻ അവിടെ വരുന്നത് കൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള വേദനകൾ അനുഭവപ്പെടുന്നത് കേട്ടോ. ഇങ്ങനെയുള്ള വേദനകളൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ശരീരം നല്ലതുപോലെ കെയർ ചെയ്യുക. അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. എത്രത്തോളം വെള്ളം നമുക്ക് കുടിക്കാൻ സാധിക്കുമോ അത്രത്തോളം വെള്ളം നിങ്ങൾ കുടിക്കുക കേട്ടോ. അത് നമ്മുടെ ആ ഒരു ഏർലി സ്റ്റേജിൽ ആ ഒരു ബേബി ഇംപ്ലാന്റേഷനും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു മസിൽസിനൊക്കെ കൃത്യമായിട്ട് ആ ഒരു ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ എത്തുന്നതിനും അത് ഒരുപാട് സഹായിക്കും. അപ്പൊ ധാരാളം വെള്ളം നിങ്ങൾ കുടിക്കുക. എത്രത്തോളം കുടിക്കാൻ പറ്റുമോ അത്രത്തോളം വെള്ളം നിങ്ങൾ കുടിക്കുക. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള വേദനകൾ നിങ്ങൾക്ക് വരുമ്പോഴേക്കും ഞാൻ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്. ഫെർട്ടിലിറ്റി എക്സസൈസ് എന്നുള്ളൊരു പ്ലേലിസ്റ്റിൽ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാകും. മലാസന എന്നൊരു പോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്ത്യൻ ക്ലോസറ്റിൽ ഇരിക്കുന്ന രീതിക്ക് നമ്മൾ ഇരുന്നിട്ടുള്ള ഒരു എക്സസൈസ് ആണ് മലാസന എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഒരു പെൽവിക്കിന്റെ മസിൽസിലോട്ടൊക്കെ കൃത്യമായിട്ട് ബ്ലഡ് സർക്കുലേഷൻ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഈ ബ്ലഡ് സർക്കുലേഷൻ അങ്ങോട്ട് കൂടി കഴിഞ്ഞാൽ ആ മസിൽസ് ഒക്കെ ഈസിലി അങ്ങോട്ട് സ്ട്രെച്ച് ആവുകയും നമുക്ക് ഒരുപാട് വേദന അനുഭവിക്കേണ്ടതായിട്ട് വരാതിരിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഇങ്ങനെ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതിന്റെ ഭാഗമായിട്ട് കൂടുതൽ പ്രഷർ നമ്മുടെ ആ ഒരു വജൈനയുടെ ഭാഗത്തും ഉണ്ടാകുന്നത് അങ്ങോട്ട് കുറയോട്ടോ. കാരണം ബ്ലഡ് സർക്കുലേഷൻ കൃത്യമായിട്ട് നടന്നു കഴിഞ്ഞാൽ ആ മസിൽസ് ഒക്കെ ഒന്ന് സ്ട്രെച്ച് ആവുന്നതിനും ഡൈല്യൂട്ട് ആവുന്നതിനും ഒക്കെ ഇത് ഒരുപാട് സഹായിക്കും. അതുപോലെ തന്നെ മറ്റുള്ള ഫെർട്ടിലിറ്റി എക്സസൈസുകളും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ലെഗ് അപ്പ് ദ വാൾ എക്സസൈസും ഒക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം ആ ഒരു പ്രഗ്നന്റ് ആകാനായിട്ട് സാധ്യത ഇൻക്രീസ് ചെയ്യും. ഞാൻ ഈ പറഞ്ഞിട്ടുള്ള 2 പ്രഗ്നൻസി ലക്ഷണവും നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. എക്സ്പെക്റ്റഡ് പീരിയഡ് ഡേറ്റിൽ ബ്ലീഡിങ് വരുന്നുണ്ടോ എന്ന് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ആ പീരിയഡ് ഡേറ്റിൽ നിങ്ങൾക്ക് ബ്ലീഡിങ് ഉണ്ടാവുകയാണെങ്കിൽ ആ പോകുന്ന രക്തത്തിൻ്റെ അളവ് എത്രത്തോളം ആണെന്നുള്ളതും കൂടി നിങ്ങൾ മോണിറ്റർ ചെയ്യുക. നോർമലി പോകുന്നതിനനുസരിച്ചിട്ട് ബ്ലീഡിങ് വളരെയധികം കുറവാണെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ കാർഡ് ഉപയോഗിച്ചിട്ട് തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. കാർഡ് ടെസ്റ്റ് ചെയ്യേണ്ടത് എപ്പോഴും രാവിലത്തെ ആദ്യത്തെ യൂറിൻ എടുത്തിട്ട് വേണം ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഇടനേരങ്ങളിലാണെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതെങ്കിൽ 4 മണിക്കൂറോളം വെള്ളം കുടിച്ചിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഡേറ്റ് മിസ്സായ 5 ദിവസമെങ്കിലും കഴിഞ്ഞിട്ട് വേണം നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കാൻ കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക.
സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷന്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോണ്ടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നന്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.